സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9th ഹിന്ദി യൂണിറ്റ് 5 ഫസ്റ്റ് ചാപ്റ്റർ രാജ और വിദ്രോഹി നാടകത്തിൻ്റെ പാർട്ട് 1 ഇന്ന് പരിചയപ്പെടാം. ഇക്കായി 5 പേജ് നമ്പർ 78. അവിടെ ഒരു പിക്ചർ കാണാം. ഒരു മരവും അതിന് നേരെ താഴെ ഒരു കുട്ടി ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുകയാണ് ആകാശത്ത് നേരെ. അപ്പോൾ അവിടെ നേരെ എഴുതിയിട്ടുണ്ട് കുല ആസ്മാൻ. ഖുല എന്ന് പറഞ്ഞാൽ ഓപ്പൺ, തുറന്ന, ആസ്മാൻ സ്കൈ ആകാശം, തുറന്ന ആകാശം എന്നർത്ഥം. അപ്പോൾ താഴെ കുറച്ച് കുട്ടികൾ സന്തോഷത്തോടെ കൈകോർത്ത് നിൽക്കുന്നതും അവിടെ കാണാം. നേരെ താഴെ നോക്കാം. ഒരു ബോക്സിലായിട്ട് ജോ ലോഗ് ദൂസരോं को आज़ादी नहीं देते उन्हें खुद भी इसका हक नहीं होगा. എബ്രഹാം ലിങ്കൻ. ജോ ലോഗ് ദൂസരോं को आज़ादी नहीं देते, ആരാണോ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്തത്, ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, നഹീം ദേത്തെ ഉനേം അവർക്ക്, ഖുദ് ബി ഇസ്കാ ഹക്ക് നഹീം ഹോഗ സ്വയം അവർക്കതിനുള്ള അവകാശം ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആരാണ് എഴുതിയത്? അബ്രഹാം ലിങ്കൻ. നെക്സ്റ്റ് പേജ് നോക്കാം. ദേഖേ ബच्चे ക്യാ കർത്തേ ഹേ, എന്താണ് കുട്ടികൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ചലേ ഹം ബി ഖേലേ, അതായത് നമുക്കൊരു കളി കളിക്കാം എന്ന് പറഞ്ഞാൽ നാടകം കളിക്കാം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പാഠമാണ്, ആ ഒരു ഭാഗമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. എന്താണ് നാടകം? രാജ और വിദ്രോഹി എന്നാണ് അവർ നാടകത്തിൻ്റെ പേര് കൊടുത്തത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ പിക്ചർ കാണാം. ഒരു അധ്യാപകനും അതുപോലെ കുട്ടികളും. അങ്ങനെ നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ആരാണ് നാടകം എഴുതിയതെന്നും അത് ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണെന്നുമാണ് നമുക്കറിയേണ്ടത്. അപ്പം രാജ और വിദ്രോഹി എന്നാണ് നാടകത്തിൻ്റെ പേര്. രാജാവും അതുപോലെ കലാപകാരൻ അല്ലെങ്കിൽ വിദ്രോഹി, വിപ്ലവകാരി എന്ന് പറയാം. അതിനു മുന്നേ രവീന്ദ്രനാഥ് ടാഗോർ അതുപോലെ അമർ ഗോസ്വാമി നമുക്ക് പരിചയപ്പെടാം. പേജ് നമ്പർ 89. രവീന്ദ്രനാഥ ടാഗോർ പരിചയപ്പെടാം. रविंद्रनाथ टागोर का जन्म कोलकाता में हुआ. बचपन से ही कविता, छंद और भाषा में उनकी अद्भुत प्रतिभा का आभास लोगों को मिलने लगा था. टागोर ने अपने जीवन काल में कई उपन्यास, निबंध, लघु कथाएं, यात्रावृत्त, नाटक और सहस्रों गाने भी लिखे हैं. गीतांजलि उनकी बहुचर्चित रचना है. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് കൊൽക്കത്തയിലായിരുന്നു. എപ്പോഴാണ് ജനിച്ചത്? നേരെ താഴെ കാണാം. ജന്മ 7 മെയ് 1861 എന്ന് പറഞ്ഞാൽ മെയ് 7 1861 കൽക്കത്തയിൽ. അതുപോലെ തന്നെ ബച്പൻ സേ ഹി കവിത, ചന്ദ് और ഭാഷാ में उनकी अद्भुत प्रतिभा का आभास लोगों को मिलने लगा था എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ കവിതയും വൃത്തങ്ങളും അതുപോലെ തന്നെ മറ്റു ഭാഷകളിലും അത്ഭുതമായിട്ടുള്ള ആ ഒരു കഴിവ് ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മിൽനെ ലഗാത്ത ലഭിച്ചിട്ടുണ്ടായിരുന്നു. ടാഗോറിനെ അപ്പനെ ജീവൻ കാൽമേ കൈ ഉപന്യാസ്, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നോവലും അതുപോലെ തന്നെ നിബന്ധ്, ലഘുകഥായും അങ്ങനെ ചെറിയ ചെറിയ സ്റ്റോറികൾ, യാത്രാവൃത്ത് യാത്രാവിവരണം, നാടക ഡ്രാമ, അതുപോലെ തന്നെ സഹസ്രോം ഗാനേ ബി ലിഖേ ഹേ ആയിരക്കണക്കിന് പാട്ടുകളും എഴുതി. ഗീതാഞ്ജലി എനിക്ക് ബഹുചർച്ചിത രചന ഹേ, ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതി ചർച്ച ചെയ്യപ്പെട്ട രചനയാണ്. അതായത് 1913 അദ്ദേഹത്തിന് ഗീതാഞ്ജലിക്ക് നോവൽ സമ്മാനം നേടിയതാണെന്ന് നമുക്ക് മറ്റ് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ മൃത്യു താഴെ നോക്കുക. മൃത്യു 7 അഗസ്റ്റ് 1941 എന്ന് പറഞ്ഞാൽ അഗസ്റ്റ് 7 അഗസ്റ്റ് 1941. 41 എന്ന് പറഞ്ഞാൽ 41. ഓക്കെ. അതുപോലെ അടുത്താഴെ തന്നെ അമർ ഗോസ്വാമി, അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടകം ഇത് ട്രാൻസ്ലേഷൻ ഹിന്ദിയിലേക്ക് ആക്കിയ കവിയാണ്, തർജ്ജമ ചെയ്ത കവിയാണ് അമർ ഗോസ്വാമി. അദ്ദേഹത്തെ നോക്കാം. അമർ ഗോസ്വാമി ഹിന്ദി के प्रसिद्ध साहित्यकार तथा उपन्यासकार है. वे मनोरमा और गंगा जैसी देश की प्रतिष्ठित पत्रिकाओं से लंबे समय तक जुड़े रहे थे. अमर गोस्वामी साहित्यिक संस्था वैचारिकी के संस्थापक थे. उन्होंने कई साहित्यिक पत्रिकाओं का संपादन भी किया है.
അമർ ഗോസ്വാമി ഹിന്ദിയിലെ പ്രസിദ്ധ സാഹിത്യകാരനും അതുപോലെ തന്നെ നോവലിസ്റ്റും ആയിരുന്നു. വേ മനോരമ और गंगा जैसी देश की प्रतिष्ठित पत्रिकाओं से लंबे समय तक जुड़े रहे थे എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനോരമ, ഗംഗ പോലുള്ള രാജ്യത്തിൻ്റെ പ്രസിദ്ധിയാർജിച്ച മാസികകളിലെ കുറേ കാലം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അമർ ഗോസ്വാമി സാഹിത്യക സംസ്ഥ വൈചാരികി കെ സംസ്ഥാപക് थे എന്ന് പറഞ്ഞാൽ ഇവിടെ അമർ ഗോസ്വാമി സാഹിത്യ സ്ഥാപനമായ വൈചാരികി എന്നതിൻ്റെ സ്ഥാപകനും കൂടി ആയിരുന്നു. ഉन्होंने कई साहित्यिक पत्रिकाओं का संपादन भी किया है. അദ്ദേഹം ഒരുപാട് സാഹിത്യ മാഗസിനുകളുടെ എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച വർഷം എപ്പോഴാണ്? 28 നവംബർ 1945 എന്ന് പറഞ്ഞാൽ 28 നവംബർ 1945. മരണം 28 ജൂൺ 2012. 2012 അദ്ദേഹം മരിച്ചത്. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. രാജ और വിദ്രോഹി, രാജാവും കലാപകാരനും. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം, ക്യാരക്ടർ. രാജേൻ, ജിതേൻ, ഉപേൻ, ഹേം, സേനാപതി, സൈനിക്, കുച്ച് ജനത, മതി. ഇത്രയും പേരാണ് ആ കുട്ടികൾ ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറുന്നത്. ഇവിടെ രാജേൻ ആയിട്ട് അവതരിപ്പിക്കുന്ന രാജാവാണ് രാജേൻ. അതുപോലെ മന്ത്രിയാവുന്നത് ജിതേൻ. ന്യായാധീശ് എന്ന് പറഞ്ഞാൽ ജഡ്ജി ആവുന്നത് ഉപേനാണ്. വിദ്രോഹി, പാഠത്തിൻ്റെ പേര് രാജ और വിദ്രോഹി. ഇവിടെ വിദ്രോഹി കലാപകാരനാവുന്നത് ഹേമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹേമും അതുപോലെ തന്നെ രാജാവുമാണ് ആദ്യം സംസാരിക്കുന്നത്. സേനാപതി എന്ന് പറഞ്ഞാൽ സൈനിക തലവൻ. സൈനിക് എന്ന് പറഞ്ഞാൽ സൈനികൻ. കൊച്ചു ജനത, മറ്റ് ജനങ്ങളും. അതുപോലെ മതി എന്ന കഥാപാത്രങ്ങളും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 8 കഥാപാത്രങ്ങളായിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഡ്രാമയിൽ പ്രധാനപ്പെട്ടത് ദൃശ്യം അല്ലെങ്കിൽ സീൻ എന്ന് പറയാം. പഹലാ സീൻ, ദൂസരാ സീൻ, തീസര ദൃശ്യം. അപ്പോൾ ദൃശ്യം, സീൻ, അങ്ങനെ 3 ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകമാണ് കുട്ടികളുടെ ഈ രാജ और വിദ്രോഹി എന്ന് പറയുന്ന നാടകം. അപ്പോൾ നമുക്ക് നാടകം തുടങ്ങാം. ഇതിൽ ഒരു അധ്യാപകനും അതുപോലെ തന്നെ കുറച്ച് കുട്ടികളും. അപ്പോൾ എന്താണ് ഇവിടുത്തെ നാടകം? പഹലാ ദൃശ്യം, ഒന്നാമത്തെ ദൃശ്യം അല്ലേ? അപ്പോൾ ചിത്രത്തിൽ സാധാരണ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ രാജാവ് അല്ലേ, ഞാനാണ് രാജാവ് എന്ന് പറയുന്ന രാജൻ, ഞാൻ വലിയവനാണ്, ഞാനാണ് വലിയ രാജാവ് എന്ന് പുകഴ്ത്തി പറയുന്നു. അപ്പോൾ അങ്ങനെ അഹങ്കാരത്തോടെ രാജാവ് ഇത്തരത്തിലുള്ള വാക്കുകളോടെ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ കലാപകാരനായ ആരായിരുന്നു? ഹേമ അല്ലേ? അപ്പോൾ ഹേമാണ് വിദ്രോഹി. അങ്ങനെ ഹേമുമായിട്ട് കൂടുതൽ തർക്കിക്കേണ്ടി വരുന്നു. അവസാനം അനീതിക്കും അധർമ്മത്തിനും നേരെ രാജാവ് യുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പിന്നീട് ഹേമനു നേരെ തന്നെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി രാജാവ് യുദ്ധം ചെയ്യാൻ സൈനികരെ അറിയിക്കുന്നു. എന്നാൽ നാടകത്തിൻ്റെ അവസാനം ഭാഗം സത്യം, നീതി ഹേമനോടൊപ്പമാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ രാജാവിനോട് കിരീടം അഴിച്ചു വെക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ഇതാണ് നാടകത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. ഇനി നമുക്ക് പഹലാ ദൃശ്യം നോക്കാം. ആദ്യം രാജൻ സംസാരിക്കുകയാണ്. മൈ തും ലോഗോं का രാജാ ഹും, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും രാജാവാണ്. അപ്പോൾ ഹേമ, തും രാജ മഗർ ക്യോ, നിങ്ങൾ രാജാവോ? അതെന്താണ്? അതിനെന്താ രാജാവാണെങ്കിൽ? രാജൻ, ക്യോങ്കി മൈ തും സബ്സെ ബഡാ ഹും. ക്യോങ്കി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ ഞാൻ എല്ലാവരെക്കാളും വലിയവനാണ് എന്ന്. സബ്സെ ബഡാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. ഹേമ, മഗർ സിർഫ് ഇസി ബാത്ത് സെ സാബിത് നഹി ഹോത്ത കി തും സബ്സെ ബലവാൻ ഭി ഹോ. മഗർ പക്ഷേ, സിർഫ് ഓൺലി, ഇസി ബാത്ത് സെ സാബിത് നഹി ഹോത്ത എന്ന് പറഞ്ഞ അർത്ഥം ഇതുകൊണ്ട് മാത്രം തെളിയിക്കാൻ പറ്റില്ല. എന്ത്? തും സബ്സെ ബലവാൻ ഭി ഹോ, നിങ്ങൾ വലിയവനാണെന്ന് അങ്ങനെ സ്ഥാപിച്ചാൽ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോഴെന്താണ് രാജൻ പറഞ്ഞത്? ക്യാ മേരി താക്കത്ത് സബ്സെ ജ്യാദാ നഹി ഹേ,
എന്താ എൻ്റെ ശക്തി വളരെ വലുതല്ലേ, ചലോ നടക്കൂ, ലഡിലെ നമുക്ക് പോരാടാം, ലഡിന യുദ്ധം ചെയ്യുക. അപ്പോൾ ഹേം ടേക്ക് ഹേ ശരി. രാജൻ മൈ തുമാരാ ജബട തോട് ദൂങ്ക. ജബട എന്ന് പറഞ്ഞാൽ താടിയല്ലേ, തോടിനാന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വരുക. അതായത് ഞാൻ നിങ്ങളുടെ താടിയല് അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹേമ തുമാരി നാക്ക ബൂർത്ത ബനാദൂങ്ക. നാക്ക ബൂർത്ത ബനാദൂങ്ക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് അല്ലേ, പൂർത്ത ബനാദൂങ്ക എന്ന് പറഞ്ഞാൽ ബൂർത്ത എന്ന് പറഞ്ഞാൽ അടിച്ച് എന്താ ശരിപ്പെടുത്തും, തകർക്കും എന്നെല്ലാം പറയാം. ഞാൻ നിങ്ങളുടെ മൂക്ക് അടിച്ച് തകർക്കും. അപ്പോൾ രാജൻ എന്താണ് പറഞ്ഞത്? തുമാരി ബത്തീസി തോടുതൂങ്ക. ബത്തീസി എന്ന് പറഞ്ഞാൽ ബത്തീസ് എന്ന് പറഞ്ഞാൽ 32. ബത്തീസി തോടുതൂങ്ക എന്ന് പറഞ്ഞാൽ 32 പല്ലും അടിച്ചു തകർക്കും എന്ന് രാജനും പറഞ്ഞു. ഇതുവരെ സംസാരിച്ചത് രാജനും ഹേമുമാണ്. അതുവരെ ഇനി നെക്സ്റ്റ് വരുന്നത് മതിയുടെ പ്രവേശനമാണ്. മതി എന്ന കഥാപാത്രത്തിൻ്റെ പ്രവേശനമാണ്. അപ്പോൾ ഇതുവരെയുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. സിർഫ് എന്ന് പറഞ്ഞാൽ കേവലം, അതുപോലെ സാബിത് സ്ഥാപിക്കുക തെളിയിക്കുക, താക്കത്ത് ശക്തി, ലഡിന യുദ്ധം ചെയ്യുക അല്ല യുദ്ധകർണ, ജബട തോടിന താടിയല് പൊട്ടിക്കുക, അതുപോലെ നാക്കി ബൂർത്ത ബനാതുക എന്ന് പറഞ്ഞാൽ അത്യധികം മാർണ എന്നാൽ അടിക്കുക, അതുപോലെ ബത്തീസി തോടുതൂങ്ക എന്ന് പറഞ്ഞാൽ 32 പല്ലും അടിച്ച് തകർക്കുക എന്ന് വേണം പറയാം. അടുത്തത് മതി കാ പ്രവേശ്. മതി എന്താണ് സംസാരിക്കുന്നത് നോക്കാം. അരേ ഏ ക്യാ തും ലോഗ് ഇസ് തര ജഗഡ ക്യോ കർ രഹേ ഹോ. അപ്പോൾ മതി എന്താണ് പറയുന്നത്? ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ജഗഡ എന്ന് പറഞ്ഞാൽ കുഴപ്പം, പ്രശ്നങ്ങൾ. ഹേമ രാജൻ കഴുത്ത ഹേ. അപ്പോൾ രാജൻ പറയാണ് വോ രാജാ ബനേക, അവൻ രാജാവാകും. വോ കുതുക്കോ സബ്സെ ബലവാൻ മാനത്തെ, അവൻ സ്വയം ബലവാനാണ്, ഞാനാണ് വലിയ ആൾ എന്നുള്ള ഭാവം അവൻ കാണിക്കുന്നു. മഗർ മൈ ഐസാനഹി സമച്ച, എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കില്ല എന്ന് ഹേം പറഞ്ഞു. മതി എ സിർഫ് കേൽ ഹേ, ഇത് കേവലം ഒരു കളിയല്ലേ. രാജേൻ കാ രാജാ ബന്നെ മേ ഹർജ് ക്യാ ഹേ, ബാദ് മേ തുമാരി ബി രാജാ ബന്നെ കി ബാരി ആയേഗി. ജയ് മഹാരാജ്, രാജേന്ദ്ര കി ജയ്. അബ് ബതായിയേ ആപ്പ് മന്ത്രി കിസെ ബനാ രഹേ ഹൈ. അപ്പോഴെന്താണ് മതി പറയുന്നത്? എ സിർഫ് കേൽ ഹി, ഇതൊരു കളിയല്ലേ. രാജേൻക്ക് രാജാ ബന്നെ മേ ഹർജ് ക്യാ, രാജനെ രാജാവാക്കുന്നതുകൊണ്ട് എന്താണ് ആപത്തുള്ളത്? ഹർജ് മീൻസ് ആപത്ത്. ബാദമേ തുമാരി ബി രാജാ ബന്നേക്ക് ഭാര്യയായേകി അല്ലേ, അതിനുശേഷം നിനക്കും എന്താ ആവാനുള്ള അവസരമുണ്ടാകും. ജയ് മഹാരാജ്, രാജേന്ദ്ര കി ജയ്. അബ് ബദായി, അപ്പോൾ മഹാരാജാവിന് ജയാഘോഷം നടത്തുന്നു. അതുപോലെ രാജാവിനോട് ചോദിക്കുകയാണ്, ആപ്പ് മന്ത്രി കിസെ ബനാ രഹേ, താങ്കൾ ആരെയാണ് മന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത്? രാജൻ ജിതേൻ കോ മൈ മന്ത്രി ബനാവുക, ഞാൻ ജിതേനെയാണ് മന്ത്രിയാക്കുന്നത് എന്ന് നമ്മളവിടെ കഥാപാത്രത്തിൽ പഠിച്ചു. മതി അവർ സേനാപതി, അപ്പോൾ സേനാപതിയോ സൈനികനോ? രാജൻ തും ബനോഗേ, നീ തന്നെ ആവണം. അപ്പോൾ മതിയോട് പറയാണ്. മതി അവർ ന്യായാധീശ് കോൻ ബനേക, ജഡ്ജി ആരാണാവുക? രാജൻ ഇസ്കെലി അപ്പന ഉബേൻ ഹേ, അതിനുവേണ്ടി ഉബേൻ തയ്യാറാണ്. മതി അവർ ബാക്കി ബജലെടുക്കെ, ബാക്കിയുള്ള എല്ലാ കുട്ടികളും എന്താണ് ആവേണ്ടത്? രാജൻ വേ സബി സൈനിക ബനേങ്കെ, അവരൊക്കെ സൈനികരാവട്ടെ. മതി ടീക്ക് ഹേ, അപ്പോൾ മതി എന്ത് പറഞ്ഞു? ശരി. കേൽ ശുരു ഹോ, നമുക്കിനി കളി ആരംഭിക്കാം. സൈനിക ലോഗ് തും സബ് കതാർ മേ ഖടേ ഹോ ജാവോ, മഹാരാജ് കോ സലാം കരോ, കഹോ മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ. മതി പറയാണ്, സൈനിക ലോഗ് എല്ലാവരും കതാർ മേ ഖടേ ഹോ ജാവോ, കതാർ എന്ന് പറഞ്ഞ അർത്ഥം ലൈനായിട്ട് നിൽക്കുക. മഹാരാജ് കോ സലാം കരോ, മഹാരാജാവിന് സല്യൂട്ട് ചെയ്യൂ. കഹോ പറയുവിൻ, മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ, മഹാരാജ് രാജേന്ദ്രൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഈ ഒരു പഹലാ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ സീൻ നമുക്കിവിടെ അവസാനിക്കുകയാണ്. പഹലാ ദൃശ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നാടക കാ നാം ക്യാ ഹേ, എന്തായിരുന്നു നാടകത്തിൻ്റെ പേര്? രാജ ഔർ വിദ്രോഹി. 2 രാജ കോൻ ഹേ, ആരായിരുന്നു രാജാവ്? രാജൻ. നെക്സ്റ്റ് നാടക കാ ലേഖക കോൻ ഹേ, ആരായിരുന്നു ഈ നാടകം എഴുതിയ വ്യക്തിയെ അറിയാലോ? രവീന്ദ്രനാഥ് ടാഗോർ. കിസ്നെ അനുവാദ് കിയ, കിസ്നെ എന്ന് വെച്ചാൽ ആരാണ് എന്നർത്ഥം. അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ, തർജ്ജമ. കിയ ചെയ്തത്, അതായത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് അമർ ഗോസ്വാമി.
അടുത്തത് ഹേം കോൻ ഹേ. ഹേം എന്ന കഥാപാത്രം നാടകത്തിൽ എന്തായിരുന്നു അവതരിപ്പിച്ചത്? വിദ്രോഹി എന്ന് മനസ്സിലാക്കുക. അടുത്തത് ടെസ്റ്റിൻ്റെ അകത്തുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. സബ്സെ ബലവാൻ രാജ ബനേഗ, ഇസ് വിചാർ സെ ആപ് കഹാം തക്ക് സഹമത്ത് ഹേ. സബ്സെ ബലവാൻ, ഏറ്റവും ബലവാനായ വ്യക്തിക്ക് മാത്രമേ രാജാവാകാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് നിങ്ങൾ ആൻസർ എഴുതുക? മേരി രായിമേ, എൻ്റെ അഭിപ്രായത്തിൽ ബലവാൻ ഹോനെ സേ ഹി, അതായത് ശക്തി ഉള്ളത് കൊണ്ട് മാത്രം രാജാ നഹി ബനേഗ, രാജാവാവണമെന്ന് ഇല്ല. ബുദ്ധി ഔർ പ്രജാസെ സ്നേഹ ഭി ഹോന ചാഹിയെ, നല്ല ബുദ്ധിയും കഴിവും തൻ്റെ പ്രജകളോട് സ്നേഹവും ഉണ്ടായാൽ നല്ലൊരു രാജാവാവും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ये सिर्फ खेल है, राजेन के राजा बनने में हर्ज क्या है, बाद में तुम्हारी भी राजा बनने की बारी आएगी, बच्चों के खेल की कौन सी विशेषता प्रकट होते हैं. ഇതൊരു കളി മാത്രമാണ്, കേവലം ഒരു കളി മാത്രമാണ്. രാജേൻ കെ രാജാ ബന്നേമേ എന്ന് പറഞ്ഞാൽ രാജേനെ രാജാവാക്കിയത് കൊണ്ട് ഹർജ് ക്യാ ഹേ, എന്താണ് ആപത്ത് എന്ന് നമ്മൾ നാടകത്തിൽ മതി ചോദിച്ചത് ഓർക്കുന്നുണ്ട്. ബാദുമേ തുമാരി ബി രാജാ ബന്നേക്ക് ഭാര്യയായി, അതിനുശേഷം നിനക്കും രാജാവാനുള്ള അവസരം കിട്ടും. ബച്ചോ കെ കേൽക്കി കോൺസി വിശേഷത പ്രകടോത്തിയെ, കുട്ടികളുടെ ഈ കളിയിൽ എന്ത് പ്രത്യേകതയാണ് പ്രകടമാക്കുന്നത്? അപ്പോൾ എന്താണ് ആൻസർ എഴുതുക? നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് എഴുതാം, എങ്കിലും ഒരു ചെറിയൊരു ഉദാഹരണം. ഈ ബച്ചോ കാ കേൽ, ഇതൊരു കുട്ടികളുടെ കളിയാണ്. ഇസ്മേം ഹർ ബച്ചെ, ഓരോ കുട്ടികളും രാജാ ബന്നേക്ക മൗക്ക മിൽന ചാത്തേ, അല്ലേ? നാടകത്തിൽ രാജാവാവണം എന്നുള്ളൊരു അവസരം കിട്ടുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ് എന്നും മനസ്സിലാക്കാം. നിങ്ങളുടെ കഴിവ് വെച്ചിട്ടും ചെയ്യാം. പഹല ദൃശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പാർട്ട് 2 അടുത്ത വീഡിയോയിലേക്ക് പഠിക്കാം. അതുവരെ ഓക്കെ, താങ്ക് യു.